ഓ നീ കണ്ണൂരാന്നല്ലേ? അപ്പൊ കൊറേ ബോംബെല്ലാം കണ്ടിട്ടുണ്ടാവല്ല. കേട്ട് കേട്ട് ഞാൻ മടുത്തു. അതുകൊണ്ട് പറയും ഇന്ന് നിങ്ങൾ ആദ്യം കണ്ണൂരുള്ള ആളുകളെ പരിചയപ്പെടുക. എന്റെ ഓറ് വീട്ടിൽ പോവാ. എന്റെ ഓറ് മോനെ കഴിച്ചിട്ട് പോവാന്ന് പറയുമ്പോ അയ്യോ ഒന്ന് മണ്ടപ്പാന്ന് പറയാം. അപ്പൊ നിങ്ങൾ ചിലപ്പോ വെട്ടുകത്തിയും കൊടുവാളും ബോംബെല്ലാം കണ്ടുനിരിക്കും. എക്സാജറേഷൻ ഇസ് ദ ബ്യൂട്ടി ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്നാണല്ലോ. അപ്പൊ കുറച്ച് തള്ളലുണ്ടാവാം. എന്നാലും കാര്യങ്ങൾ ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഫുഡ് ഈസ് അവർ ലവ് ലാംഗ്വേജ്. വീട്ടിൽ വന്നവർ കഴിക്കാണ്ട് പോകുമ്പോൾ ഭയങ്കര മനസ്താപമാണ്. ഇതെല്ലാം കൊണ്ട് എഫേർട്ട്ലെസ് ആയിട്ട് കുക്കിംഗ് പഠിക്കാൻ പറ്റി. അപ്പൊ ഞാൻ വിചാരിച്ച് എന്റെ ഫേവറേറ്റ് ചെമ്മീൻ ബിരിയാണിന്റെ ഒരു റെസിപ്പി കാണിക്കാം. പൊരിച്ച ചിക്കൻ അല്ലെങ്കിൽ പൊരിച്ച മീനാണ് നമ്മളെ ബിരിയാണിന്റെ ഹൈലൈറ്റ്. അങ്ങനെ ഫുള്ളായിട്ട് പൊരിക്കറ്, ഒരു പകുതി പൊരിച്ചിട്ട് ആ എണ്ണയിൽ തന്നെ നമ്മൾ ആദ്യം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ഇടുക. എന്നിട്ട് അതിലേക്ക് മുറിച്ചു വെച്ച ഉള്ളി ഇടുക, ഉപ്പിടുക. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് അടച്ചു വെക്കുക. ഉള്ളി നല്ല മഷി ആയിട്ടാകുമ്പോൾ അതിലേക്ക് ഗരം മസാല ഇടുക. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, കൊത്തമ്പാരി അഥവാ മല്ലി ഇതെല്ലാം ഇട്ടിട്ട് ഇളക്കിയിട്ട് പിന്നെയും അടച്ചു വെക്കുക. അതെല്ലാം കൂടി മിക്സ് ആയിട്ടാകുമ്പോൾ തക്കാളി ഇടുക. തക്കാളി നല്ലോണം ഉടഞ്ഞു വന്നിട്ടാകുമ്പോൾ അതിലേക്ക് മല്ലി, പുതിന ഈ ഇലകൾ ഇടുക. പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് കുറച്ച് വോഡ്ക എടുത്ത് അതല്ല കുറച്ച് നാരങ്ങന്റെ നീരെടുത്തിട്ട് അതും കൂടെ ഒഴിക്കുക. പിന്നെ നമ്മൾ പൊരിച്ച ചെമ്മീൻ എടുത്തിട്ടിട്ട് വീണ്ടും കുറച്ച് ഗരം മസാല ഇടുക, വീണ്ടും അടച്ചു വെക്കുക. ഇതോടും കൂടി നമ്മൾ മസാല റെഡി. ഇനി നമുക്ക് ചോറുണ്ടാക്കാം. ഈ കാണിക്കുന്ന സാധനങ്ങളെല്ലാം എണ്ണയും നെയ്യും കൂടി മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് അതിന്റെ കൂടെ കുറച്ച് ഉള്ളിയും കൂടി ഇട്ടിട്ട് ഇളക്കുക. പിന്നെ അരി ഇടുക, വെള്ളം ഒഴിക്കുക. ഞാൻ ചോറ് വെക്കുമ്പോൾ അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും കൂടി ഇടും. അപ്പൊ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഉപ്പിടാൻ മറക്കല്ലേ. ഇനിയാണ് നമ്മൾ ദം. ഒരു വലിയ പാത്രം എടുക്കുക, അതിലൊരു ലെയർ ചോറിടുക, പിന്നെ മല്ലിച്ചപ്പിടുക, എന്നിട്ട് അതിന്റെ മുകളിൽ പിന്നെ മസാല ഇടുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് സാധനം തീരുന്നവരെ ലെയറിന്റെ മുകളിൽ ലെയർ ആക്കുക. മൈദപ്പശയിൽ ഇട്ടിട്ട് കഷ്ടപ്പെടാൻ എന്നെ കൊണ്ടൊന്നും കഴിയില്ല. അതുകൊണ്ട് അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് അവനിലങ്ങ് വെക്കും. അവൻ ആദ്യം പ്രീഹീറ്റ് ചെയ്യുക. എന്നിട്ട് 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ ഒരു 20 മിനിറ്റ് വെച്ചാൽ സാധനം റെഡി. ഇൻഗ്രീഡിയൻസിന്റെ അളവ് പറയാൻ ഞാൻ ഷാൻജിയുമല്ല, അതുകൊണ്ട് അത് മാത്രം എന്നോട് ചോദിക്കരുത്. ഇതെല്ലാം ഒരു മനക്കണക്കാണ്. നിങ്ങളെ ഇഷ്ടത്തിനും കിട്ടോ. ഇതോടും കൂടി എന്റെ ബിരിയാണി വ്ലോഗ് തീർന്നിരിക്കുന്നു. Thanks for watching.